ഇവിടുത്തെ വേലക്കാരിയാ. രാത്രിയിൽ ഇറങ്ങിയായിരുന്ന അസുഖക്കാരിയാ. അവളൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. നീ വാ. ഞാനാ ഈ പച്ചൻ. മുതലാളി ചത്തില്ലേ? വെടിപൊട്ടിയല്ലോ. പൊട്ടി ഇല്ല പാർത്ത. ഇത്തവണ അവന്മാര് ഗോപി വരച്ചു. വാ നമുക്ക് രക്ഷപ്പെടാം. അവന്മാര് പരിസരത്ത് എവിടെയോ ഉണ്ട്. ഉണ്ടോ? എങ്കിൽ ഞാനൊരു കാര്യം പറയാം. മുതലാളി എങ്ങാടെങ്കിലും ഓടി രക്ഷപ്പെട്ടോ? അതാ എന്റെ സേഫ്റ്റിക്ക് നല്ലത്. എടാ നിന്റെ സേഫ്റ്റിക്കാണോടാ ഞാൻ നിനക്ക് ശമ്പളം തന്നു നിന്നെ ഡ്രൈവറായിട്ടും തോട്ടക്കാരനായിട്ടും ഗൂർക്കായിട്ടും ആ പൗപ്പ കോപ്പായിട്ടും വെച്ചിരിക്കുന്നത്. കോപ്പേ വാടാ വന്നെ രക്ഷപ്പെടുത്തടാ. അപ്പൊ വരാം. പക്ഷെ എന്റെ ഭാര്യ കൊച്ചമ്മയുടെ കാര്യം ആര് നോക്കും? അവളെ ഞാൻ നോക്കും. അല്ല അല്ലെങ്കിൽ അവളെ ആര് നോക്കും? എപ്പോഴും മുടിഞ്ഞ നടപ്പല്ലേ, അതും അർദ്ധരാത്രിയില്. ഇത് നല്ല നടപ്പായിരുന്നേ അവള് എന്നേ രക്ഷപ്പെട്ടേനെ. സെന്റിമെന്റ്സ് കട്ടിയാടാ തിണ്ടി. വേഗം എന്നെ രക്ഷപ്പെടുത്തടാ. ഇങ്ങോട്ട് അയ്യോ വഴി തീർന്നോ? നെഞ്ച് കലങ്ങി. എവളോ ഇവൻ എവിടെ പോയി? പെണ്ണുപിള്ളെ കണ്ടിട്ടില്ലടാ. വാടാ വേഗം പോയി ഗേറ്റ് തുറക്കടാ. നിന്റെ നിർത്ത് നിർത്ത്. വണ്ടി പോട്ടെ. വാടാ. അവർ ഇപ്രാവശ്യം രക്ഷപ്പെട്ടു. വിടരുതവരെ. വിട്ടു വിട്ടു. ദാസ ഏതാടാ ഈ പ്രാന്തൻ? പാതിരാത്രി അടിച്ചു പൂപ്പിറ്റായി വണ്ടി ഇടിച്ചു കേട്ടാ നിനക്ക് വേറെ ഒരിടം കണ്ടില്ലല്ലോ. ഇടിക്കണ്ട, ഞാൻ ഊരിത്തരാം. എന്താ ഇതൊക്കെ ചെയ്തത് ഇപ്പൊ നിങ്ങൾ ഐസ്ക്രീം പള്ളിക്കുടി കേറി ഇറങ്ങിപ്പോയ ടാറ്റ എസ്റ്റേറ്റുള്ള ഈ പച്ചപ്പലാടിയാണെന്ന് ചെയ്തത്.
ഏത് ഈപ്പച്ച മുതലാളി? അതിനകത്തിരിപ്പുണ്ട് ഈ ആന്റി എക്സ്പോർട്ടിന്റെ മാനേജിംഗ് ഡയറക്ടർ ഈ പച്ച മുതലാളി. സിംലയിലെത്തിയോ മുതലാളി? മുതലാളി എടാ ഇനി മേലും കീഴും നോക്കാനില്ല, നമ്മൾ രക്ഷപ്പെട്ടാ. വാ മുതലാളി. മുതലാളി സോറി, ഞാൻ അല്പം ഡിസ്റ്റർബ്ഡ് ആണ്. നാളെ സംസാരിക്കാം. അത് മനസ്സിലായി. മുതലാളിയും തൊഴിലാളിയും കൂടെ അടിച്ച് പൂസായി ഇടിച്ച് നിരപ്പാക്കിയത് ഞങ്ങളുടെ വയറ്റിപ്പിഴപ്പാ. No. സർക്കാർ ഓഫീസുകളുടെ തിണ്ണ തോറും ഇറങ്ങി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥാപനം അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ തകർത്തില്ലേ? You just, ബാഡിൽ 56 കേസ്, പിസ്റ്റ 86 കേസ്, ചോക്കോബാർ 98 കേസ്. വണ്ടി ഇടിച്ചതിന് വേറെ കേസ്. മിണ്ടാതിരിടാ. Proceed. പിന്നെ എന്റെ ജീവന്റെ ആ കമ്പ്യൂട്ടറും അതും മുതലാളി ഇടിച്ച് തകർത്തു. ഓഹോ, അതെത്ര കേസ്? കമ്പ്യൂട്ടർ ഐസ്ക്രീം ഉണ്ടോ? ഊതല്ലേ ആ. ഇതിനെല്ലാം നഷ്ടപരിഹാരം തരാതെ മുതലാളിയും തൊഴിലാളിയും ഒന്നും പോകുന്ന പ്രശ്നമില്ല. തന്നെ നഷ്ടപരിഹാരം എരപ്പാളി ഐസ്ക്രീമുകളെ, നിന്റെ ഒക്കെ പിസ്തയും ക്ലമണ്ടവുമേ പോയുള്ളൂ. എന്റെ കാർബ്രാണ്ടമാണ് പോകാൻ പോയത്. എടാ, ചൂല് കണ്ട പാറ്റയെ പോലെ നെട്ടോട്ട ഓടിയ ഞാൻ ജീവൻ രക്ഷിക്കാനുള്ള ആക്രാന്തത്തിലാടാ നിന്റെ ഒക്കെ പിസ്തക്കകത്ത് ഇടിച്ചു കയറ്റിയത്. നഷ്ടപരിഹാരം വേണമെങ്കിൽ നീ അവന്മാരോട് പോയി ചോദിക്ക്. ആരോട്? എന്നെ കൊല്ലാൻ വന്ന മുഖമൂടികളോട്. ഡ്രൈവർ നല്ല ടേസ്റ്റ് വണ്ടി. ആദ്യം കാശെടുക്ക്, എന്നിട്ട് വണ്ടി എടുക്കാം. ചോദിക്കുമ്പോ കാശ് തരാൻ ഈ പച്ച മുതലാളി ആരാ? നിന്റെ ഒക്കെ തന്തേ? യുവന്മാർക്ക് അങ്ങനെ ഒരു ഇല്ലടാ. അവൻ എന്താ എന്നെ റാസ്കൽ. ഞാൻ ആരാന്ന് എന്റെ വിചാരം? റാസ്കൽ. ഓടി വരണേ, ഓടി വരണേ. അയ്യോ. ആരടാ നട്ടപ്പാതിരാക്ക് നടുറോടി കിടന്ന് അടി ഉണ്ടാക്കുന്നത്? മുതലാളിയോ? ഇത് മൂന്നാമത്തെ അറ്റാക്കാണ്. മുതലാളി, ഹാർട്ട് അറ്റാക്ക് വരുമ്പോ എത്ര തറയാണെങ്കിലും ആ തറയെ തന്നെ കിടക്കണമെന്ന് അറിയാൻ പാടില്ല മുതലാളി. സോമ, മെഡിക്കൽ കോളേജിലേക്ക് മെസ്സേജ് കൊടുക്ക്. തലേന്ന് കഴിഞ്ഞെടുക്കണം. ഇത് ഹാർട്ട് അറ്റാക്ക് അല്ല, കൊലപാതക ശ്രമം. അറ്റാക്ക്. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ്. ഇവരല്ല, പ്ലാസ്റ്റിക് കവറിട്ട കരിങ്കൊരങ്ങനെ പോലെ തോന്നിക്കുന്ന രണ്ടുപേര്. അതെന്താ, ആരെങ്കിലും പാക്ക് ചെയ്ത് കൊല്ലാനായിട്ടാണോ? പാക്കേജ് സ്കീമല്ല, എന്റെ ജീവൻ രക്ഷിക്കാൻ പെട്ട പാട് എനിക്ക് അറിയാവും. അത് ഞാൻ യവന്മാർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. ഈ പച്ച മുതലാളിയോട് നഷ്ടപരിഹാരം ചോദിക്കാൻ വേണ്ടി നീയൊക്കെ വളർന്നു അല്ലടാ? നിനക്ക് മോനായെങ്കിൽ എനിക്ക് മോളായടാ. പേര് പറടാ. പുല്ലേ. എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയാ. ഇനി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഈ പച്ച മുതലാളി ആരെങ്കിലും ശല്യം ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞോ, മൂന്നിന്റെ ഷേപ്പ് മാറ്റിക്കളെ ഞാൻ. കേട്ടല്ലോ, ഇനി നഷ്ടം പറഞ്ഞ എന്റെ മുമ്പിൽ വന്ന 3 എണ്ണത്തിനെ ഞാൻ വെച്ചേക്കില്ല. കേട്ടല്ലോ, ഒന്നോർത്തോ, 24 മണിക്കൂറിനകം മുതലാളിയുടെ കൊലയാളിയം കൊണ്ട് ഞാൻ അല്ല സാർ, അതിന് മുതലാളിയെ കൊന്നില്ലല്ലോ. മുതലാളിയുടെ പ്രതിശ്രുത കൊലയാളിയം കൊണ്ട് ഈ മാത്യു വാശിപ്പറമ്പൻ ഇനി മുതലാളിയുടെ കൺമുമ്പിൽ വരൂ. അതെന്റെ ഒരു വാശിയാ. ഇത് സത്യം, സത്യം, സത്യം. അതുവരെ എനിക്ക് റെസ്റ്റ് ഇല്ല. സോറി മുതലാളി, പൊയ്ക്കോ. കേട്ടല്ലോ, റെസ്റ്റ് ഇല്ല. ഒന്നോർത്തോ, ഇനി 2-1 അറിഞ്ഞിട്ട് 3 പേർക്ക് ഉറക്കമുള്ളൂ. ഇത് 4 തരം.